ഹലോ. ഞാൻ ലോ ആയിരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ അല്ലെങ്കിൽ ഇത്രമാത്രം ഓവർകം ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നീ ഇവിടെ വരെ എത്തിയത്. ആ ടൈമിൽ അതെന്നെ ഹീൽ ചെയ്തു. പിന്നീട് നോർമലായിരിക്കുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചപ്പോൾ എത്രമാത്രം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ്, മെൻ്റലി എത്രമാത്രം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് ഞാനും റിയലൈസ് ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ഫൈറ്റ് ചെയ്ത് ഇതുവരെ എത്തിയതെന്ന് ചുമ്മാ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും കടമ്പകൾ കടന്ന് ഇപ്പോൾ ഇരിക്കുന്ന പ്രസൻറ്റിൽ ഞാൻ എത്തി. നമ്മുടെ ബ്രെയിനിൽ അറ്റ് എ ടൈം ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വന്നു പോകുന്നുണ്ടാവും. എല്ലാത്തിനെയും നമുക്കിങ്ങനെ തരംതിരിച്ച് ബ്രെയിനിൽ തന്നെ വയ്ക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ടൈമിൽ നമ്മളിങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും. ഇത് പിന്നീട് ലോ ആയിരിക്കുന്ന ടൈമിൽ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു ആസ്പിറേഷനോ ഇൻസ്പിറേഷനോ ഒരു മോട്ടിവേഷനോ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള പല ആൾക്കാർക്കും ഇത് ഹെൽപ്പാവുന്നുള്ളത്. മെൻ്റലി സഫർ ചെയ്യുന്ന ടൈമിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ നോർമലായിട്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ തോട്ട്സ് ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.